വടകരയെയും കേരളക്കരയാകെയും വർഗീയമായി ചേർത്തിരിക്കാൻ ബോധപൂർവം നിർമ്മിച്ച കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറുടെ തനി നിറം അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അന്വേഷണ സംഘത്തെയും രാഷ്ട്രീയ എതിരാളികളെയും പരസ്യമായി വെല്ലുവിളിച്ച ജിതിൻ ഭാസ്കർ ഒടുവിൽ സ്വന്തം ശബ്ദ സന്ദേശത്തിലൂടെ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. താൻ വ്യാജ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ജിതിൻ തന്നെ സമ്മതിക്കുന്ന ഓഡിയോ പുറത്തു വന്നതോടെ ഇയാളുടെ സകല വീരവാദങ്ങളുമാണ് പൊളിഞ്ഞു വീണത്. വ്യാജ സ്ക്രീൻഷോട്ട് താൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ജിതിൻ സമ്മതിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിനിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത കാര്യം ജിതിൻ പറഞ്ഞിരുന്നു. സാധാരണ എല്ലാവരും ഷെയർ ചെയ്യുന്നതാണ്, അങ്ങനെ ഷെയർ ചെയ്തപ്പോൾ സംഭവിച്ചു പോയതാണ് എന്നാണ് ജിതിൻ ഭാസ്കർ പറഞ്ഞത്. താൻ കൊടുത്ത മൊഴി പുറത്തുവിടണമെന്നും ജിതിൻ ഭാസ്കർ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്റെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൂടെയാണ് LDF വേണ്ടി പ്രചാരണം നടത്തിയത്. സ്ക്രീൻഷോട്ട് 10 പേർക്കെങ്കിലും അയച്ചു നൽകിയത് തെളിയിക്കാനാകുമോ എന്നായിരുന്നു ഇന്നലെ ഫേസ്ബുക്കിലൂടെ ജിതിൻ ഭാസ്കർ വെല്ലുവിളിച്ചത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രധാന തെളിവുകൾ നശിപ്പിക്കപ്പെട്ടെന്നായിരുന്നു ജിതിൻ ഭാസ്കറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചതിനാൽ ജില്ലാ ഫോറൻസിക് വിഭാഗത്തിന് ഡാറ്റ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. സംസ്ഥാന ഫോറൻസിക് വിഭാഗത്തിന് ഫോൺ അയക്കണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. മുൻപ് കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട മറ്റൊരു നേതാവായ റിബേഷ് രാമകൃഷ്ണനിലേക്ക് അന്വേഷണം എത്തിയതോടെയാണ് ജിതിൻ ഫോണിലെ ഡാറ്റ മുഴുവൻ മായ്ച്ചു കളഞ്ഞത്. ഒരു നാടിനെയാകെ വർഗീയ സംഘർഷത്തിലേക്ക് തള്ളിവിടാൻ കെൽപ്പുള്ള വ്യാജരേഖ ചമച്ച ശേഷം നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ച പ്രതിയാണ് ഇപ്പോൾ പുറത്തിറങ്ങി വെല്ലുവിളിക്കുന്നത്. ജില്ലാ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ പ്രതി ഫോൺ മനഃപൂർവ്വം റീസെറ്റ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചതായി ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ അന്വേഷണത്തിനായി ഫോൺ സംസ്ഥാന ഫോറൻസിക് ലാബിലേക്ക് അയക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ 10 പേർക്കെങ്കിലും താൻ ഇത് അയച്ചതായി തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു ജിതിന്റെ അഹങ്കാരം നിറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ നിയമത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ ഈ സൈബർ പോരാളിയുടെ വെല്ലുവിളികളെല്ലാം ഇപ്പോൾ സ്വന്തം ശബ്ദരേഖയ്ക്ക് മുന്നിൽ അപ്രസക്തമായിരിക്കുകയാണ്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് ഇയാൾ നടത്തിയ പരസ്യ പ്രതികരണത്തിനെതിരെ ഇതിനകം തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വർഗീയ വിഷം ചീറ്റിയ വ്യാജ സന്ദേശത്തിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെ പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന ഫോറൻസിക് പരിശോധനാ ഫലം നിർണായകമാകും.